സത്യാവതാരകനോട് രാജമ്മ ചോദിച്ചു, ഡോക്ടറെ, ആ കഥാപാത്രം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ അദ്ദേഹം സ്ത്രീയോട് പറഞ്ഞു, ആ മനുഷ്യൻ വെറും കഥാപാത്രമല്ല, സാധുവായ സത്യശീലനാണ്. ഒരു യാഥാസ്ഥിതിക ലത്തീൻ കത്തോലിക്ക കുടുംബത്തിൽപ്പെട്ട ക്രിസ്തുദാസ് ഗൾഫിൽ പോയി കുറച്ചു പണമുണ്ടാക്കിയപ്പോൾ അവിടെ വച്ച് പെന്തക്കോസ്ത് ഭ്രാന്തനാവുകയും ദൈവത്തെ നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ അയാളുടെ വിധവയും വിശുദ്ധയുമായ ഭാര്യാമാതാവ് ചെറുപ്പകാലം മുതൽ വച്ചുണങ്ങിയിരുന്ന പുണ്യചിത്രങ്ങളെല്ലാം അവരെ വീട്ടുതടങ്കലിലാക്കിക്കൊണ്ട് അവരുടെ വീട്ടിന്റെ പുറകുവശത്ത് കുഴിച്ചു മൂടുകയും ചെയ്തു. അതുകൊണ്ട് ഹൃദയം തകർന്ന രോഗിയായ സ്ത്രീ പാതിരാത്രിയായപ്പോൾ തിരുക്കുടുംബത്തിന്റെ പടം എങ്ങനെയോ കുഴിയിൽ നിന്നും തോണ്ടിയെടുത്ത് അത് പിറ്റേന്ന് രാവിലെ അവരുടെ ഒരു കൂട്ടുകാരിയെ ഏൽപ്പിച്ചു. ഇതെല്ലാം കണ്ട് ഹൃദയവേദന കൂടിയ അയാളുടെ ദരിദ്രനായ അളിയൻ കൊല്ലത്തെ ഒരു നല്ല ബിഷപ്പ് പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാൾ ദിനത്തിൽ വളരെ ഉച്ചത്തിൽ പ്രസംഗിച്ചത് ഓർമ്മ വന്നു. മാതാവിനെ മുട്ടത്തോടായിട്ട് കരുതണമെന്ന് പറയുന്ന പെന്തക്കോസ്തുകാർ അവരുടെ പെറ്റന്മാരെ മുട്ടത്തോടായിട്ട് കരുതുമോ? വളരെ വിനയത്തോടെയും താഴ്ന്ന സ്വരത്തിലും മിതഭോജ്യം മെലിഞ്ഞ ശരീരമുള്ളവനുമായ അയാൾ തടിമാടനായ അളിയപ്പുഞ്ഞാറിനോട് ചോദിച്ചുടനെ തന്നെ അയാളെ അയാളുടെ പെറ്റമ്മയുടെയും അതിഥികളുടെയും മുമ്പിൽ വച്ച് കഴുത്തിന് കുത്തിപ്പിടിച്ച് തടയിൽ തള്ളിയിട്ടു. നിങ്ങളിപ്പോൾ കേട്ടത് ഡോക്ടർ കാവനാട് A.G. സ്റ്റാലിങ്ങിന്റെ പുതുപണക്കാരനായ അളിയൻ വന്നത് വിനയായി എന്ന സത്യസംഭവ പരമ്പരയുടെ 1ാം ഭാഗമാണ്.